നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗ്യ നക്ഷത്രം ഉദിച്ചുയർന്നു. അതൊരു സത്യമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലും വലിയ പരാജയമുണ്ട്. ആ ഭാര്യയും 2 കുട്ടികളും വേർപിരിഞ്ഞു പോയി. അതിനുശേഷം അദ്ദേഹം നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി കാരണഭൂതൻ്റെ മകളെ വിവാഹം കഴിച്ചു. ഏതാണ്ട് അതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹത്തെ ഡിവൈഎഫ്ഐയുടെ അഖില ലോക പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. അഖില ലോക പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചത്. മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചതിന് ശേഷം അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഈ വീണ വിജയൻ്റെ കാലുവർക്കത്തുകൊണ്ടാണ് തോന്നുന്നു അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടാൻ തുടങ്ങി. മാത്രവുമല്ല, നിയമസഭയിൽ ഇദ്ദേഹത്തെക്കാളും പരിചയസമ്പത്തും വാഗ്ധോരണിയൊക്കെയുള്ള വേറെ സഖാക്കൾ ഉണ്ടായിരുന്നിട്ടും ഇദ്ദേഹത്തിനെ മന്ത്രിയാക്കി. അദ്ദേഹത്തിന് മരാമത്ത് പോലെ വളരെ പ്രധാനപ്പെട്ടൊരു വകുപ്പ് കിട്ടി. അതിന് പുറമെ ടൂറിസവും കൂടി കിട്ടി. അങ്ങനെ മരാമത്ത് ടൂറിസം മന്ത്രിയായി. അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്താനായിട്ട് വലിയ ഗായക സംഘം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നു. യക്ഷകിന്നര ഗന്ധർവന്മാരൊക്കെ റിയാസിൻ്റെ ഭക്തിഗാനങ്ങൾ ആലപിക്കാൻ തുടങ്ങി. നിയമസഭയിൽ ബില്ലവതരണമാണെങ്കിലും ഖണ്ഡനോപക്ഷേപമാണെങ്കിലും ശ്രദ്ധ ക്ഷണിക്കലാണെങ്കിലും ഒക്കെ സഹമന്ത്രിമാരും MLA മാരൊക്കെ ആദ്യം പിണറായി വിജയനും പിന്നെ മുഹമ്മദ് റിയാസിനെ സ്തുതിച്ചതിന് ശേഷമേ വിഷയത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നൊരവസ്ഥ സംജാതമായി. നമസ്കാരം. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു, ദുരിതത്തിലായിരിക്കുന്നു. ഇതെന്റെ വാക്കുകളല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകളാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിനെയും സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെയും കടുത്ത ഭാഷയിൽ തന്നെയാണ് VD സതീശൻ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. ഇതിന് നിദാനമായൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. VD സതീശന് പറവൂരിനപ്പുറത്തേക്കുള്ള ഒരു ലോകം എന്താണെന്നറിയില്ല. VD സതീശൻ കണക്കാക്കിയിരിക്കുന്നത് പറവൂരിനപ്പുറത്തേക്ക് മറ്റൊരു ലോകമില്ല എന്നാണ് VD സതീശന്റെ വിചാരം. പറവൂരിന് പുറത്ത് ലോകമുണ്ടെന്നും അവിടെയും ജനങ്ങളുണ്ടെന്നും വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെയെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും VD സതീശൻ അറിയില്ല എന്നാണ് പരിഹാസദ്യോതകമായ രീതിയിൽ മുഹമ്മദ് റിയാസ് പറഞ്ഞത്. സാധാരണഗതിയിൽ ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരോപണം ഉയർത്തുന്നതിലോ പ്രതിപക്ഷ നേതാവായ VD സതീശന് വലിയ താല്പര്യമുണ്ടാവാറില്ല. അദ്ദേഹം അത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാറുമില്ല. എന്നാൽ മുഹമ്മദ് റിയാസിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി VD സതീശന് തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. അടിച്ചാൽ തിരിച്ചടിക്കും, അല്ലെങ്കിൽ അതേ നാണയത്തിൽ പറയുന്ന വാക്കുകൾക്ക് മറുപടി കൊടുക്കണം എന്നുള്ളൊരു പോളിസിയോട് കൂടി തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ പൊളിച്ചടുക്കുന്ന രീതിയിൽ VD സതീശൻ സംസാരിച്ചിരിക്കുന്നത്. എനിക്ക് പറവൂരിനപ്പുറത്തേക്ക് ഒരു ലോകം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കട്ടെ. പക്ഷേ മുഹമ്മദ് റിയാസ് മാനേജ്മെന്റ് കോട്ടയിലാണ് മന്ത്രിയായത് എന്നുള്ളത് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? മാത്രമല്ല, ഈ മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ആള് മൂക്കാതെ പഴുത്ത ഒരു മാമ്പഴത്തിന്റെ അവസ്ഥയിലാണ് ഉള്ളത് എന്നുകൂടി VD സതീശൻ പറയുന്നു. അതായത് മൂക്കാതെ പഴുത്ത മാമ്പഴം എന്ന് പറഞ്ഞ് VD സതീശൻ ഉദ്ദേശിച്ചപ്പോൾ ഒരു കാരണവശാലും കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാതെയാണ്, അതിന് പ്രാപ്തിയില്ലാത്ത ഒരാളാണ് അത്തരം സ്ഥാനത്ത് കയറിയിരിക്കുന്നത് എന്നാണ് VD സതീശൻ വ്യംഗ്യമായി ഉദ്ദേശിച്ചത്. VD സതീശനും മുഹമ്മദ് റിയാസും തമ്മിലുള്ള ഈ വാക്പോരിനെ അതിനിശിതമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് S ജയശങ്കർ വിമർശിച്ചിരിക്കുന്നത്. എന്നാൽ വളരെ ഹാസ്യദ്യോതകമായ രീതിയിൽ സ്ഥിരം ശൈലിയിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇവരുടെ ഈ വാക്പോരിനെ എടുത്തു കാണിച്ചിരിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ അവസ്ഥയെക്കുറിച്ചും മുഹമ്മദ് റിയാസിന്റെ അവസ്ഥയെക്കുറിച്ചുമെല്ലാം വളരെ നൈസർഗികമായി തനിക്ക് സിദ്ധിച്ചിട്ടുള്ള ഫലിതോക്തിയിൽ തന്നെയാണ് അഡ്വക്കേറ്റ് S ജയശങ്കർ വിസ്തരിച്ചിരിക്കുന്നത്. VD സതീശനെയും മുഹമ്മദ് റിയാസിനെയും തൊട്ടും തലോടിയും എന്നാൽ കൊള്ളേണ്ടടുത്ത് കൊള്ളിച്ചു പറയുവാനും VD സതീശനെയും മുഹമ്മദ് റിയാസിനെയും കൃത്യമായ രീതിയിൽ തന്നെ വിമർശിക്കുവാനും അഡ്വക്കേറ്റ് ജയശങ്കർ ഈ അവസരം വ്യക്തമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വഴിവിട്ട സഹായങ്ങളാണ് മുഹമ്മദ് റിയാസിന് നിയമസഭയിൽ മത്സരിക്കുവാനും മന്ത്രിയാകാനും വേണ്ടി ചെയ്തു കൊടുത്തത് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ സ്പോൺസർഷിപ്പിൽ തന്നെയാണ് മുഹമ്മദ് റിയാസ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചതും അദ്ദേഹം മന്ത്രിയായതും എന്ന് തന്നെയാണ് ഇപ്പോൾ VD സതീശനെ ഉദ്ധരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് S ജയശങ്കർ പറയുന്നത്. എന്നാൽ ഇവിടെ VD സതീശനെയും കുറിച്ച് ചിലത് പറയുവാൻ അഡ്വക്കേറ്റ് ജയശങ്കർ സമയം കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുവായ ഭരണരീതികളെയും കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന
ദുരിതത്തെയും കേരളത്തിലെ ഭരണത്തെയും കുറിച്ചുമെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഈ നവകേരള സദസ്സ് എന്ന് പേരിട്ട മുഖ്യമന്ത്രിയുടെ ബസ് യാത്ര നടക്കുന്നതിനിടയിൽ ഇതിനെ പല ആളുകളും പല രീതിയിൽ പരിഹസിക്കുന്നുണ്ട്. ഇത് വെറും തട്ടിപ്പാണ്, ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, പൊതുഖജനാവ് തൂർത്തടിക്കുന്ന പരിപാടിയാണ്, അരിമണിയൊന്നും കുറിക്കാനില്ല, തരിവള ഇട്ട് കിലുക്കാൻ മോഹം എന്ന് പറഞ്ഞ പോലെയാണ്. ഖജനാവിൽ 5 പൈസ ഇല്ലാത്ത സമയത്ത് സെക്രട്ടേറിയറ്റിൽ 100 കണക്കിന് ഫയലുകൾ കൂടിക്കിടക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിക്കും സഹപ്രവർത്തകരും ഇങ്ങനെ ഒരു കോമാളിത്തരം കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം, എന്താണ് പ്രയോജനം എന്നൊക്കെ പലരും ചോദിച്ചു. അതിൻ്റെ പ്രയോജനം എന്തായിരുന്നു എന്നൊക്കെ കാലം തെളിയിക്കും. പക്ഷേ ഇതിനിടയിൽ ചില ആളുകൾ വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്തി പല പ്രസ്താവനകൾ നടത്തി പരിഹസിക്കുകയൊക്കെ ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ മന്ത്രി സജി ചെറിയാനാണ്. അദ്ദേഹം മറിയക്കുട്ടിയെ വരെ പരിഹസിച്ചു. പക്ഷേ മുഹമ്മദ് റിയാസ് അങ്ങനെ ചെയ്തില്ല. അദ്ദേഹം ഇതിലെ പ്രധാന വില്ലൻ എന്ന് പറയാവുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒറ്റതിരിച്ച് ആക്രമിച്ചു. വി ഡി സതീശൻ്റെ സർക്കാരിനോട് അസൂയയാണ്. ഈ പ്രതിപക്ഷ നേതാവാകുന്ന സമയത്തിന് മുമ്പ് പറവൂർ ഒഴിച്ച് വേറൊരു സ്ഥലവും അദ്ദേഹത്തിന് പരിചയമില്ലായിരുന്നു. ലോകമേ പറവൂർ എന്ന് വിചാരിച്ച ആളാണ് സതീശൻ. കോൺഗ്രസിൽ തന്നെ അദ്ദേഹത്തിന് യാതൊരു സ്വീകാര്യതയുമില്ല, ജനപിന്തുണയുമില്ല എന്നൊക്കെ റിയാസ് പറഞ്ഞു. സതീശൻ സാധാരണഗതിയിൽ ഇങ്ങനെ ആരെയും വ്യക്തിപരമായിട്ട് തിരിച്ചാക്രമിക്കുന്ന സ്വഭാവക്കാരനല്ല. അദ്ദേഹം വലിയൊരു പാർലമെൻറ്റേറിയനാണ്. പാർലമെൻറ്റിലെ അല്ലെങ്കിൽ നിയമസഭയിലെ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ ഹൃദിസ്ഥമാക്കിയ ആളാണ്. നിയമസഭയിൽ എന്ത് പറയണം എന്ത് പറയരുതൊക്കെ അദ്ദേഹത്തിന് നല്ല തിട്ടമാണ്. അതുകൊണ്ട് തന്നെ പൊതു സ്ഥലത്ത് വെച്ചും അങ്ങനെയുള്ള പരാമർശങ്ങൾ പരമാവധി ഒഴിവാക്കിയെടുപ്പത്. പക്ഷേ റിയാസിൻ്റെ ഈ ആക്രമണം സതീശൻ്റെ നില തെറ്റിച്ചു എന്നാണ് വിചാരിക്കുക. സതീശൻ അതുപോലെ തന്നെ തിരിച്ചടിച്ചു. സതീശൻ പറഞ്ഞത് മാനേജ്മെൻറ്റ് കോട്ടയിൽ മന്ത്രിയായ ആളാണ് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ വ്യക്തമാണ്. മാനേജ്മെൻറ്റ് കോട്ടയിൽ മന്ത്രിയായ ആളാണ് എന്ന് മാത്രമല്ല, മൂക്കാതെ പഴുത്തതിൻ്റെ ദോഷമാണ് റിയാസിന് എന്ന് പറഞ്ഞു. ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ പല ആളുകളും പല സ്ഥാനങ്ങളിലും എത്തിയിട്ടുണ്ട്, നമുക്കറിയാം. ചിലർ കമ്മ്യൂണിറ്റി കോട്ടയിൽ വരും, ചിലർ മാനേജ്മെൻറ്റ് കോട്ടയിൽ വരും, മറ്റു ചിലർ ആശ്രിത നിയമനം വഴിക്ക് സ്ഥാനമാനങ്ങൾ തരപ്പെടുത്തും. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ പതിവുള്ള കാര്യങ്ങളാണ്. അതിൽ നമുക്ക് ആരും തെറ്റു പറയാൻ പറ്റുകയില്ല. കമ്മ്യൂണിറ്റി കോട്ടയിൽ വന്ന ആളുകൾ മോശക്കാരാണെന്ന് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റുകയില്ല. ഇനി മെറിറ്റിൽ വരുന്നവരെല്ലാവരും വളരെ മിടുക്കന്മാരാണ് എന്നും പറയാൻ പറ്റുകയില്ല. അത് എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ പൊതുസമൂഹം, നമ്മുടെ രാഷ്ട്രീയം. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ വന്നു എന്നുള്ളൂ, മാനേജ്മെൻറ്റ് കോട്ടയിൽ വന്നു എന്നുള്ളൂ എന്നൊരു വലിയ പോരായ്മയായിട്ട് അല്ലെങ്കിൽ പരാധീനതയായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷേ ഈ മൂക്കാതെ പഴുത്ത എന്ന് പറഞ്ഞതിൽ വലിയൊരു ദുരർത്ഥമുണ്ട്. സഖാവ് മുഹമ്മദ് റിയാസ് വലിയ വിപ്ലവ പാരമ്പര്യമൊന്നുള്ള ആളല്ല എന്ന ഒരു ധ്വനിയാണ് അതിൻ്റെ അകത്തുള്ളത്. അദ്ദേഹം പുന്നപ്പുറ വയലാർ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ SFIയുടെ DYFIയുടെ ഒക്കെ വലിയ വലിയ ത്യാഗോജ്വലമായ പോരാട്ടങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തായിട്ട് ചരിത്രമില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ദുരർത്ഥം. പക്ഷേ അങ്ങനെയൊന്നുമല്ല. സഖാവ് മുഹമ്മദ് റിയാസ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ട് എത്തപ്പൈക്കാരനായിരുന്നു. അദ്ദേഹം ഫറൂഖ് കോളേജിൽ SFIയുടെ തീപ്പന്തമായിരുന്നു. പിന്നീട് നിയമബിരുദം നേടിയിട്ടുണ്ട്. അദ്ദേഹം DYFIയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ സഖാക്കൾക്ക് വലിയ മേൽക്കൈയുള്ള ഒരു ഡിവിഷനിൽ ഇദ്ദേഹം മത്സരിച്ചു. പക്ഷേ വോട്ടർമാർക്ക് വേണ്ടത്ര വിവരമില്ലാത്തതുകൊണ്ട് അദ്ദേഹം തോറ്റുപോയി എന്ന് വെച്ച് പുള്ളി അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാനൊന്നും പോയില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ തന്നെ തുടർന്നു എന്ന് മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോഴിക്കോട് നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോഴും ചെറിയ വ്യത്യാസത്തിൽ അദ്ദേഹം തോറ്റുപോയി. സഖാക്കൾക്ക് വലിയ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട്, പ്രത്യേകിച്ച് നിർണയത്തിന് ശേഷമുള്ള ഇപ്പോഴത്തെ കോഴിക്കോട്. പണ്ട് K മുരളീധരനൊക്കെ ജയിച്ചിരുന്ന കോഴിക്കോടല്ല, അന്ന് വയനാടും തിരുവമ്പാടിയൊക്കെ അതിനകത്തുണ്ട്. ഇപ്പോഴത്തെ കോഴിക്കോട് പൊതുവേ ഒരു LDF അനുകൂല മണ്ഡലമാണ്. അവിടെ സഖാവ് റിയാസും മത്സരിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് വേണ്ടത്ര വിവരമില്ലാത്തതുകൊണ്ട് ആളുകൾ MK രാഘവനാണ് വോട്ട് ചെയ്തത്. രാഘവൻ ചെറിയ വ്യത്യാസത്തിൽ ജയിച്ചു. പിന്നീട് 2 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മത്സരിച്ചില്ല. ഇത്തവണ അദ്ദേഹം വടകര മത്സരിക്കുന്നതാണ് കേട്ടത്. പക്ഷേ വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ എന്ത് ചെയ്യുവാനും നമുക്ക് പറയാൻ പറ്റിയില്ല. അവിടെ അവസാനം P ജയരാജൻ മത്സരിച്ചു. ജയരാജൻ പരാജയപ്പെട്ടു, K മുരളീധരൻ വിജയിച്ചു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗ്യനക്ഷത്രം ഉദിച്ചു ഉയർന്നു. അതൊരു സത്യമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഇദ്ദേഹത്തിന് കുടുംബജീവിതത്തിലും വലിയ പരാജയമുണ്ടായിരുന്നു. ഭാര്യയും 2 കുട്ടികളും വേർപിരിഞ്ഞു പോയി. അതിനുശേഷം അദ്ദേഹം നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി കാരണഭൂതൻ്റെ മകളെ വിവാഹം കഴിച്ചു.
ഏതാണ്ട് അതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹത്തെ ഡിവൈഎഫ്ഐയുടെ അഖില ലോക പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. അഖില ലോക പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചത്. മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചതിന് ശേഷം അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഈ വീണ വിജയൻ്റെ കാലുവർക്കത്തുകൊണ്ടാണ് തോന്നുന്നു അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടാൻ തുടങ്ങി. മാത്രവുമല്ല, നിയമസഭയിൽ ഇദ്ദേഹത്തെക്കാളും പരിചയസമ്പത്തും വാഗ്ധോരണിയൊക്കെയുള്ള വേറെ സഖാക്കൾ ഉണ്ടായിരുന്നിട്ടും ഇദ്ദേഹത്തിനെ മന്ത്രിയാക്കി. അദ്ദേഹത്തിന് മരാമത്ത് പോലെ വളരെ പ്രധാനപ്പെട്ടൊരു വകുപ്പ് കിട്ടി. അതിന് പുറമെ ടൂറിസവും കൂടി കിട്ടി. അങ്ങനെ മരാമത്ത് ടൂറിസം മന്ത്രിയായി. അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്താനായിട്ട് വലിയ ഗായക സംഘം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നു. യക്ഷകിന്നര ഗന്ധർവന്മാരൊക്കെ റിയാസിൻ്റെ ഭക്തി ഗാനങ്ങൾ ആലപിക്കാൻ തുടങ്ങി. നിയമസഭയിൽ ബില്ലവതരണമാണെങ്കിലും ഖണ്ഡനോപക്ഷേപമാണെങ്കിലും ശ്രദ്ധ ക്ഷണിക്കലാണെങ്കിലും ഒക്കെ സഹമന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ആദ്യം പിണറായി വിജയനും പിന്നെ മുഹമ്മദ് റിയാസിനെ സ്തുതിച്ചതിന് ശേഷമേ വിഷയത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നൊരവസ്ഥ സംജാതമായി. ഇദ്ദേഹത്തിന് വേണ്ടി വലിയ PR ടീമുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം പോകുന്ന വഴിക്കൊക്കെ മരാമത്ത് വകുപ്പിൻ്റെ ഓഫീസുകളിൽ കയറി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സമയത്തിന് വന്നിട്ടുണ്ടോ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, ഓവർസിയർമാരെല്ലാവരും ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കും. സമയത്തിന് വരാത്തവരെ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതുപോലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഗസ്റ്റ് ഹൗസുകൾ ഇദ്ദേഹം പരിശോധിച്ചു. അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ ഇതുപോലുള്ള പരിശോധനകളും നടത്തി കുറ്റക്കാരായ അല്ലെങ്കിൽ ജോലിയിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും നടപടി എടുക്കാനൊക്കെ ആരംഭിച്ചു. അതോടെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി വാരോളം ഉയർന്നു എന്നാണ് കൈരളി ചാനൽ പറയുന്നത്. കാരണം ഇതിനു മുമ്പ് വേലുത്തമ്പി തളവ് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള പരിഷ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയിട്ടുള്ളൂ. അതും തിരുവിതാംകൂറിൽ മാത്രമേ. അപ്പോൾ ഇങ്ങനെ വലിയൊരു പരിഷ്കാരി ആയിട്ട്, വലിയ ഭരണപരിഷ്കർത്താവായിട്ട് അദ്ദേഹം പേരെടുത്തു. അതിൻ്റെ പുറകെ ഇദ്ദേഹത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. ഇനി വൈകാതെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. കാരണഭൂതൻ്റെ കാലശേഷം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല, നിങ്ങൾക്ക് സംശയത്തിൻ്റെ അവകാശമില്ല. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ മൂക്കാതെ പഴുത്ത ഒരാളല്ല. അദ്ദേഹത്തെ കാലാകാലങ്ങളിൽ മൂത്തും മൂപ്പിച്ചും പുകയത്ത് വെച്ചു ഒക്കെ പഴുപ്പിച്ചെടുത്തതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ കറും പച്ച കായ വാഴയിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതപ്പം തന്നെ എടുത്തിട്ട് ഒരു ചാക്കിൽ കെട്ടിയിട്ട് പുകയ്ക്കാനായിട്ട് വെക്കും. കുറച്ച് നേരം പോകൊണ്ട് ഇപ്പോൾ ഇത് നല്ല പഴുത്ത് നല്ല മഞ്ഞ നിറമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നല്ലോണം പുകയിട്ട് പഴുപ്പിച്ച മൂത്ത് തന്നെ പഴുത്ത ഒരു പഴമാണ് നമ്മുടെ സഖാവ് റിയാസ്. അദ്ദേഹം കേരളത്തിൻ്റെ ഭാവി വാഗ്ദാനമാണ്, കേരളത്തിൻ്റെ പിൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു, വിപ്ലവാഭ്യാദ്യങ്ങളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീണ്ടും വിചാരം സതീശനും വൈകാതെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.